പ്രിയരെ, എല്ലാവർക്കും സ്നേഹസലാം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോഴിക്കോട് താമരശ്ശേരി ഈങ്ങാപ്പുഴ കഴിഞ്ഞ ദിവസം നമ്മളെല്ലാവരും ഒരു വാർത്ത കേട്ടു. ഞെട്ടിക്കുന്ന വാർത്ത ഒന്നും ഞാൻ പറയുന്നില്ല. ഇപ്പം ഞെട്ടലൊക്കെ പോയി കേരളത്തിൻ്റെ. കാരണം ദിനേന ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരവസ്ഥ. മാതാവിനെ വെട്ടിക്കൊല്ലുന്നു, പിതാവിനെ വെട്ടിക്കൊല്ലുന്നു, ചുറ്റിയൊക്കെ അടിച്ച് തല പൊട്ടിച്ച് കൊല്ലുന്നു, കാമുകിയെ കൊല്ലുന്നു, ഭാര്യയെ കൊല്ലുന്നു. നിത്യസംഭവമായി മാറിയിരിക്കുകയാണ്. എന്നിരുന്നാൽ കൂടി നമുക്കിത് കേൾക്കുമ്പോൾ പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കോഴിക്കോട് താമരശ്ശേരി ഈങ്ങാപ്പുഴ എന്ന സ്ഥലത്ത് ഷിബില എന്ന പെൺകുട്ടിയെ കഴിഞ്ഞ ദിവസം കാമുകൻ യാസിർ കുത്തിക്കൊന്നിരുന്നു. ഇതിൻ്റെ ഒരു വിഷയത്തിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ നമ്മുടെ പെൺകുട്ടികൾ ഇനിയും ശ്രദ്ധിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചു കഴിഞ്ഞു. എത്ര പറഞ്ഞിട്ടും കാര്യമില്ല. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ കൊല്ലപ്പെട്ട ഷിബിലയോട് ഭർത്താവ് യാസർ കാണിച്ചത് ലഹരി ഉപയോഗിച്ചുള്ള ക്രൂരമായ ലൈംഗിക വൈകൃതം. ശാരീരിക മർദ്ദനത്തിലുപരി ഇതാണ് വിവാഹമോചന തീരുമാനത്തിലേക്ക് ഷിബിലയെ നയിച്ചത്. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഭർത്താവിന്റെ ആക്രമണത്തിൽ ഭാര്യ വെട്ടേറ്റ് മരിച്ചു. ഭാര്യ മാതാവിനും പിതാവിനും വെട്ടേറ്റിട്ടുണ്ട്. മയക്കുമരുന്ന് ലഹരിയിൽ ഈങ്ങാപ്പുഴ സ്വദേശി യാസറാണ് ആക്രമിച്ചിരിക്കുന്നത്. യാസറിന്റെ ഭാര്യ ഷിബിലയാണ് കൊല്ലപ്പെട്ടത്. ഷിബിലയുടെ അച്ഛൻ അബ്ദുറഹ്മാന്റെ നില ഗുരുതരമാണ്. യാസറും ഷിബിലയും തമ്മിൽ കഴിഞ്ഞ കുറച്ചു ദിവസമായി പ്രശ്നങ്ങളുണ്ട്. ഈ യാസറിന്റെ ശല്യം സഹിച്ചു വയ്യാതെ ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് മാറി താമസിക്കുകയായിരുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസം ഞങ്ങൾ താമസിക്കുന്നു. അതിനിടയിലാണ് ഇന്ന് വീട്ടിൽ കയറി വന്ന് ആക്രമണം നടത്തിയത്. ഗുരുതരമായി പരിക്കേറ്റു. ഷിബിലയെ ആദ്യം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ല. അവരാണ് വെട്ടേറ്റ് മരിച്ചത്. ഭാര്യ മാതാവിനും അതോടൊപ്പം അതായത് ഭാര്യയുടെ അച്ഛൻ അബ്ദുറഹ്മാന്റെ നില ഗുരുതരമാണ്. ഭാര്യയുടെ അമ്മ ഹസീനക്കും നല്ല പരിക്കേറ്റിട്ടുണ്ട്. ഇവരെല്ലാം ഇപ്പോൾ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണുള്ളത്. നേരത്തെ തന്നെ ഈ ഭർത്താവ് ഷിബിലയെ ക്രൂരമായി മർദ്ദിക്കുന്നു, ഉപദ്രവിക്കുന്നു എന്ന് കാട്ടി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. പക്ഷെ അത് കാര്യമായ രീതിയിൽ പരിഗണിച്ചില്ല എന്നുള്ളൊരു പരിക്കവും ബന്ധുക്കൾ ചിലർ പങ്കു. ഇതെത്ര പറയുന്നോണ്ടും യാതൊരു കാര്യമില്ല. ഒരു കാമുകനെ സെലക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഭർത്താവിനെ സെലക്ട് ചെയ്യുമ്പോൾ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. നമ്മളുടെ കുടുംബത്തിന് ചേർന്നതായിരിക്കണം, നമ്മുടെ സ്വഭാവത്തിന് ചേർന്നതായിരിക്കണം. ഷിബില എന്ന പെൺകുട്ടി വളരെ ചെറിയ പ്രായമാണ് അവളുടേത്. അയൽവക്കക്കാരനായ യാസിറുമായിട്ട് ഇവള് പ്രണയത്തിലായി. രണ്ട് വീട്ടുകാർക്കും എതിർപ്പ് തന്നെയായിരുന്നു. കാരണം നല്ല കഞ്ചാവ് ഉപയോഗിക്കുന്നൊരു വ്യക്തിയാണ്. ഇവൻ്റെ സുഹൃത്താണ് കഴിഞ്ഞ ദിവസം തൊട്ടടുത്ത് തന്നെ സ്വന്തം ഉമ്മയെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം മൂലം അടിച്ചു കൊന്നത്. പുതുമയുള്ള കാര്യമൊന്നുമല്ല, കേരളത്തിൽ ദിവസേന ഇത് ആവർത്തിക്കുന്നൊരു സംഭവമാണ്. ഇത്തരം ദുസ്വഭാവങ്ങൾ, കഞ്ചാവെന്ന് ഞാൻ ഉദ്ദേശിച്ചത് മയക്കുമരുന്ന്, ഏത് തരത്തിലുള്ള സാധനമാണ് ഇവിടെ കുറേ കിട്ടുന്നുണ്ടല്ലോ, MDM അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അതിലേതോ ഒന്നിലേപ്പം മറ്റൊന്ന് യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പം ഈ പയ്യൻ ഇത് ഉപയോഗിക്കുന്ന ഒരാളായതുകൊണ്ട് ഇരു വീട്ടുകാർക്കും അതിൽ താല്പര്യമില്ല. യാസിറിൻ്റെ വീട്ടുകാർക്കും താല്പര്യമില്ല, ഷിബിലയുടെ വീട്ടുകാർക്കും താല്പര്യമില്ല. അങ്ങനെ ആരോരും അറിയാതെ ഷിബില യാസിറിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി രജിസ്റ്റർ മാരേജ് ചെയ്തു. അങ്ങനെ ഒരുമിച്ച് ജീവിക്കുന്നു. 4-5 വർഷമായിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് അന്ന് തുടങ്ങി തന്നെ അടിയും ഇടിയും വഴക്കും എല്ലാം ഉണ്ട്. വഴക്ക് നിരന്തരമായി അസഹ്യമായപ്പോൾ ഷിബില എന്ന പെൺകുട്ടി അവളുടെ വീട്ടിലേക്ക് പോരുന്നു. വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ചില കലിപ്പ് കാരണം കുട്ടിയുടെ ഡ്രസ്സ് എടുത്ത് തീയിടുന്നു. അങ്ങനെയായിട്ട് ഒരിക്കലും ഈ പെൺകുട്ടിക്ക് ഇവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നപ്പോൾ വിവാഹബന്ധം വേർപ്പെടുത്തുക എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. സ്വന്തം വീട്ടിലായിരുന്നു ഷിബില കഴിഞ്ഞുകൊണ്ടിരുന്നത്. അവിടെ ചെന്നിട്ടാണ് ഈ യാസിർ ഇവളെ കുത്തിക്കൊന്നത്. ആ സമയത്ത് തടുക്കാനെത്തിയ മാതാപിതാക്കൾക്കും കുത്തേറ്റു. പിതാവിൻ്റെ അവസ്ഥ ഗുരുതരമാണെങ്കിലും മാതാവ് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യാഘാതം അല്ലെങ്കിൽ പരിണിത ഫലങ്ങൾ അനുഭവിക്കുന്നത് 3 വയസ്സായ ഒരു പെൺകുട്ടിയുണ്ട് ഇവർക്ക്. ഉമ്മ മരിച്ചും പോയി, വാപ്പ ജയിലിലും ആയിപ്പോയി. ഇനി ആ കുട്ടിയുടെ ജീവിതം, വളർച്ച, വിദ്യാഭ്യാസം, സ്വഭാവം ഏത് തരത്തിൽ പോകുമെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ആലോചിച്ചറിയാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. സ്വന്തം മാതാപിതാക്കളില്ലെങ്കിൽ ആ കുട്ടിയുടെ അവസ്ഥ വളരെ ദയനീയം തന്നെയാണ്.
ഇതിലേക്കൊക്കെ വഴിവെച്ച ഷിബില എന്നൊരു പെൺകുട്ടിയാണ്. മരിച്ചുപോയി. എന്നിരുന്നാൽ കൂടി മരിക്കാതെ ഇത്തരം പ്രണയബന്ധങ്ങളിൽ പെട്ടിട്ട് ചാടാനും ഓടാനും നിൽക്കുന്ന പെൺകുട്ടികളുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കാരണം മൂത്തവർ ചെല്ലും മുതിർന്നെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മധുരിക്കും എന്ന് പറഞ്ഞ പോലെ ഒന്നും കാണാതല്ലേ വീട്ടുകാർ പറയണത് നിങ്ങൾ ഇതിന് പോവല്ലേ, ഇതിന് പുറപ്പെടല്ലേ, ഇതിനിറങ്ങി പുറപ്പെടല്ലേ. കാരണം മയക്കുമരുന്നിന് അടിമപ്പെട്ടൊരു യുവാവ് ഏത് സമയത്താണ് അവൻ പ്രകോപിതനാവുകയും അവൻ്റെ സ്വഭാവം മാറുകയും മൃഗതുല്യനായി മാറുകയും എന്നൊരാൾക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ആരെങ്കിലും സൽസ്വഭാവം ഒരു പയ്യൻ കെട്ടിക്കൊണ്ടേക്കോളും. അതൊന്നും കേൾക്കാതെ മാതാപിതാക്കളുടെ വാക്കുകൾ തൃണവൽഗണിച്ചുകൊണ്ട് അവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതിൻ്റെ ശിക്ഷയാണ് ഇന്ന് കിട്ടിയത്. ഷിബില മരിച്ചും പോയി, കുട്ടി അനാഥയായിപ്പോയി, ഭർത്താവ് ജയിലിലും ആയിപ്പോയി, മാതാപിതാക്കൾ മൃതപ്രായരായിട്ട് വീട്ടിലുണ്ട്. നിങ്ങളൊക്കെ കഷ്ടപ്പെട്ട് വളർത്തുമ്പോൾ മാതാപിതാക്കൾക്ക് പ്രതീക്ഷയുണ്ട്. നിങ്ങളൊന്നും അവർക്ക് കൊടുത്തില്ലെങ്കിലും നിങ്ങൾ നല്ല പോലെ ജീവിച്ച് കാണിക്കുക. വിവാഹം കഴിച്ച അയച്ച പെൺകുട്ടികൾ അടിച്ചു ഇടിച്ചു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ മാതാപിതാക്കളുടെ മനസ്സിലൊരു തീയാളി കത്താനുണ്ട്, ഒരു നൊമ്പരം വരാണ്ട്, ഒരു നീറ്റിൽ വരാണ്ട്. അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. വീട്ടുകാരുടെ ഇഷ്ടത്തിന് വിവാഹം കഴിച്ച് അയച്ചതാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. മഹല്ല് കമ്മിറ്റി ഇടപെടും, കുടുംബക്കാരിടപെടും. ഇത്തരം ഇടപെടലിലൊക്കെ കുറവാണ്. അവൾ തിരഞ്ഞെടുത്താലേ അവൾ ജീവിക്കട്ടെ എന്നാണ് പലരുടെയും അഭിപ്രായം ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ തന്നെ ഇതാരും അറിയിക്കില്ല. ഇതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തുമ്പോഴാണ് നിങ്ങളിത് അറിയിക്കുക. ആദ്യകാലങ്ങളിലൊന്നും നിങ്ങളുടെ അഭിമാനം അതിനനുവദിക്കാതെ നിങ്ങൾ പറയില്ല. അതുകൊണ്ട് ഇത്തരക്കാർക്ക് അത് കൂടുതൽ വളം വെച്ചു കൊടുക്കുകയാണ്. പെൺകുട്ടികൾ പഠിക്കുക, ജോലി സമ്പാദിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, അതിന് ശേഷം വിവാഹം കഴിക്കുക. പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പൂവാലന്മാർ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആൾക്കാർ, മദ്യപന്മാർ നിങ്ങളുടെ പുറകെ കൂടിക്കഴിഞ്ഞാൽ പുറംകാല് കൊണ്ട് തട്ടിയെറിഞ്ഞ് ജീവിത മുന്നേറ്റത്തിലേക്ക് പറന്നുയരാൻ പെൺകുട്ടികൾക്ക് കഴിയണം. ഇനിയും അത്തരത്തിലുള്ള ദുരന്തങ്ങളിലൊന്നും നമ്മുടെ പെൺകുട്ടികൾ ചെന്ന് പെടാതിരിക്കട്ടെ. എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. പ്രണയം തുടങ്ങുമ്പോൾ 3-4 മാസങ്ങളിലുണ്ടാവും ഈ മധുരം. അത് കഴിഞ്ഞാൽ കൈപ്പേറിയ അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത്. കാരണം കാലവും കാലഘട്ടവും അത്ര മോശമാണ്. അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെയും മദ്യത്തിൻ്റെയും പിടിയിലമർന്ന ഒരു യുവ സമൂഹം പെൺകുട്ടികളുടെ ജീവിതം തകർക്കാനും വല വീശി പിടിക്കാനും തലക്കടിച്ചു കൊല്ലാനും ഇവിടെ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേരളം ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് കേട്ടത്. കേരളം ഇന്ന് വരെ കാണാത്ത ഒരു വാർത്ത. അഫാൻ എന്ന ചെറുപ്പക്കാരൻ സ്വന്തം ഉമ്മയെ മൃതപ്രായ ആക്കിയോടുകൂടെ 95 വയസ്സായ വലിയമ്മ സൽമാ ബീവിയും മൂത്താപ്പ മൂത്തുമ്മ ജീവനെ തുല്യം സ്നേഹിച്ച കൂടെ ജീവിക്കാമെന്ന് പറഞ്ഞ പെൺകുട്ടി ഫർസാനെയും കൂടി യാതൊരു കാരണവുമില്ലാതെ അടിച്ചു കൊന്നു. അതുപോലെ തന്നെ ജീവൻ്റെ ജീവനായി നിഴലായി കൂടെ നടന്നിരുന്ന സ്വന്തം അനിയൻ അഫ്സാനെ അവൻ നിഷ്കരുണം കൊന്നൊടുക്കി. ഇനിയും നമ്മുടെ പെൺകുട്ടികൾ ശ്രദ്ധിക്കുക. അതൊരു അപേക്ഷയാണെന്ന് മനസ്സിലാക്കുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാ ചങ്കുകൾക്കും ഹായ്, അസ്സാം വലൈക്കും.